السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. سبحان الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. എന്നിൽ അർപ്പിക്കപ്പെട്ട വിഷയം സൂറത്തുൽ ദുഹ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ഓർമ്മിച്ചു കൂടിയതുപോലെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഓർമ്മിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ ആദ്യം ഒന്നാം ആകാശത്തിലേക്ക്, പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത്. 114ഓളം സൂറത്തുകളുള്ള പരിശുദ്ധമായ ഖുർആനിൽ ഒരു അത്ഭുതകരമായ സൂറത്ത് തന്നെയാണ് സൂറത്തുൽ ദുഹ എന്നുള്ളത്. കാരണം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾക്ക് 40-ാം വയസ്സിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറാ ഗുഹയിൽ വെച്ച് ഇഖ്റ ഓതി കൊടുക്കലോട് കൂടെ 5 ആയത്തുകളാണ് ഇറക്കിയത്. പിന്നീട് എത്രയോ ദിവസങ്ങളോളം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീനെ പിന്തിക്കപ്പെട്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചതായി കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 ദിവസങ്ങളോളം വഹീനെ പിന്തിക്കപ്പെട്ടിരുന്നു. കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പ്രമുഖർ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ചും ചോദിച്ച സമയത്തിൽ സഅഖ്ബിറുക്കും ഗദൻ, ഞാൻ നാളെ പറഞ്ഞു തരാം എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പക്ഷേ ലം യകുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറന്നുപോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാരണം കൊണ്ടാണ് കുറേ ദിവസങ്ങളോളം വഹീനെ പിന്തിക്കപ്പെട്ടത്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ദിവസങ്ങളോളം രാത്രിയും പകലുകളില്ലാതെ രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കിയിരുന്നത്. അതാ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട തൻ്റെ കുടുംബത്തിൽപ്പെട്ട ചിലർ ശത്രുക്കൾ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ റബ്ബെന്ന് വാദിക്കുന്ന, നിങ്ങൾ ദൈവമെന്ന് വാദിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹ് എന്ന് വിളിക്കുന്ന ആ ദൈവം നിങ്ങൾ കൈവെടിഞ്ഞോ എന്നൊക്കെ ചോദിച്ച സമയത്തിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത വേജാറിലായി, വല്ലാത്ത വിഷമത്തിലും ദുഃഖത്തിലായി. ആ സമയത്തിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയത്
വല്ലുഹാ, പ്രശോഭിതമായ തങ്ങളുടെ മുഖം സാക്ഷി, അല്ലെങ്കിൽ പകൽ സാക്ഷി. വല്ലൈലി ഇദാ സജാ, ഇരുട്ട് മൂടിക്കിടക്കുമ്പോഴുള്ള രാത്രി സാക്ഷി. മഹാനായ ഇമാം സാവി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയി. അതാ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യാ ഖദീജ ഇന്ന റബ്ബി വദ്ദഅനി വകല്ലനി, എൻ്റെ റബ്ബ് എന്നോട് കോപിച്ചിട്ടുണ്ട് ഖദീജ, എൻ്റെ റബ്ബ് എന്നെ കൈവെടിഞ്ഞിട്ടുണ്ട് ഖദീജ എന്നൊക്കെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സമയത്തിൽ സ്വന്തം മക്കളെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്, സ്വന്തം മക്കളെ എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിച്ചു. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയി എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കിനെ ഞാൻ നിർത്താം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ಅಭಿನಂದನೆಗಳು. ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಕೋಡ್ ಲೆಟರ್ ಬಿ. വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഒരു അത്ഭുത പ്രപഞ്ചമാണ്. ആ വിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തും വലിയ സൂറത്തും കൊണ്ട് ഖുർആൻ വളരെ സമ്പന്നമാണ്. 111 സൂറത്തുകളിൽ വെച്ച് 111ാമത്തെ സൂറത്താണ് സൂറത്തുൽ മസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഓരോ സൂറത്തുകൾക്കും അതിൻ്റെതായ സബബ് നുസൂലുകളുണ്ട്. അപ്പോൾ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, വഅൻദിർ അശീറതകൽ അഖറബീൻ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങയെ കുടുംബത്തെ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് തങ്ങൾ ക്ഷണിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം അതാ സഫ കുന്നിലേക്ക് കയറിക്കൊണ്ട് ഖുറൈശി ആൾക്കാരെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഖുറൈശി ആൾക്കാർ ആ സഫ കുന്നിലേക്ക് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഒരു കാര്യം പറയുന്നു. ഓ ഖുറൈശികളെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നാ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതാ ആ ഖുറൈശികൾ പറയുന്നു, അതേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അമീറുൽ മുഅ്മിനീനാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാ ആ കാണുന്ന മലയുടെ പിന്നിൽ ഓരോ ശത്രു സൈന്യം നിങ്ങളെ ആക്രമണം ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത കുടുംബക്കാരനായ അബൂലഹബ് ഇത് കേട്ട് തബ്ബൻ ലക യാ മുഹമ്മദ് എന്ന് പറയുന്നു. ഇതിനു വേണ്ടിയാണോ നമ്മെ നീ ഇവിടെ ഓർമ്മിച്ചു കുടിച്ചത്? ഇതിനു വേണ്ടിയാണ് നമ്മെ ഇവിടെ നീ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ദുഃഖിതരായി. പ്രിയമുള്ളവരെ, അല്ലാഹു തആല ഖുർആനിൽ ചില സ്ഥലത്ത് കുൽ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ആരംഭമുള്ള കുൽ എന്ന ഹർഫ് കൊണ്ട് സൂറത്ത് തുടങ്ങുന്ന ചില സൂറത്തുകളുണ്ട്. പക്ഷേ ഇവിടെ കുൽ എന്ന ഹർഫ് ഇല്ല. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുഃഖിതമായപ്പോൾ അള്ളാഹു തന്നെ ഡയറക്റ്റായി
ഡയറക്റ്റായി ഇറക്കിയ സൂറത്താണ്. അതുകൊണ്ട് ഇതിൽ കുൽ നബി തങ്ങൾ പറയുക എന്നില്ല. അപ്പോൾ അള്ളാഹു തന്നെ ഡയറക്റ്റായി ഇറക്കുകയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിന്റെ 2 കൈകൾ നശിക്കട്ടെ. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അബൂലഹബിന്റെ സമ്പത്തോ അബൂലഹബിന്റെ മക്കളോ അവനിക്ക് ഉപകരിക്കുന്നില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ആദ്യം പറഞ്ഞ 2 ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, അബൂലഹബിനിക്ക് അവന്റെ കയ്യിൽ ഒരു കുരു ഉത്ഭവിക്കുകയാണ്. ആ കുരു കാരണമായി അവനിക്ക് അത് വല്ലാത്തൊരു രോഗം സംഭവിച്ചു. അത് വല്ലാത്തൊരു സ്മെല്ലും അവിടെ സംഭവിച്ചു. ഇങ്ങനെ നാറ്റം തുടങ്ങുകയാണ്. അപ്പോൾ ആ നാറ്റം സഹിക്കാതെ അവിടുത്തെ മക്കൾ അദ്ദേഹത്തിനെ മരുഭൂമിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വലിച്ചെറിയുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് എല്ലാം, ഭക്ഷണമെല്ലാം മരുഭൂമിയിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അറിയുന്നത്, അതാ ഒരു ദിവസം ഒരു നായ അദ്ദേഹത്തിൻ്റെ മാംസം ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്തിലാണ് അദ്ദേഹത്തിൻ്റെ മക്കൾക്കറിയുന്നു അബൂലഹബ് മരിച്ചതെന്ന്. അങ്ങനെ ഈ നാറ്റം സഹിക്കാതെ അദ്ദേഹത്തിൻ്റെ മക്കൾ 2 സുഡാനികളെ വിളിച്ചുകൊണ്ട് അവർക്ക് കാശ് കൊടുത്ത് വാപ്പയുടെ മയ്യത്തി എവിടേക്കെങ്കിലും വലിച്ചുകൊണ്ട് എറിയണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ ആ 2 സുഡാനികൾ അങ്ങനെ ചെയ്തു പോയി. അങ്ങനെ അബൂലഹബിന് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. എങ്ങനെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അദ്ദേഹത്തിന് എറിയപ്പെടുന്നു. അവൻ മാത്രമാണോ അല്ല, വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അവന്റെ ഭാര്യമായ ഉമ്മു ജമീല, അർവയുടെ മകൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങലായ ഉമ്മു ജമീല. ആ ഉമ്മു ജമീല തഫ്സീറുൽ റൂഹുൽ ബയാനിലും തഫ്സീർ മജ്മൂൽ ബയാനിലും ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി കാണാം. അവിടെ പരാമർശിച്ചത് വിറക് ചുമന്നു കൊണ്ട് പോകുന്ന പെണ്ണ്, വിറകച്ച് പെണ്ണ് എന്നാണ് തഫ്സീറിലൂടെ പറയുന്നത്. അങ്ങനെ ആ പെണ്ണിന്റെ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കെല്ലാം പോകുന്നു, ആ പോകുന്ന വഴിയിലെല്ലാം ആ ഉമ്മു ജമീല ഇങ്ങനെ മുള്ളു അവിടെ ഇടുകയാണ്. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. പട്ട് വസ്ത്രത്തിൽ എങ്ങനെയാണ് നടന്നുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ചത്. മാത്രമല്ല വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഒരു ഈത്തപ്പഴ നാരും കൊണ്ടുള്ള ഒരു കയറുണ്ട്. അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, അവളുടെ ജോലി എല്ലാ ദിവസം വൈകുന്നേര സമയത്തിൽ എല്ലാ ദിവസം ഇങ്ങനെ അവൾ കാട്ടിലേക്ക് പോയി വിറക് കൊണ്ട് ചുമന്നുകൊണ്ട് വരുന്ന പെണ്ണായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിറക് കൊണ്ട് ചുമന്ന് വരുന്ന സമയത്തിൽ അതാ ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ വിശ്രമം എടുക്കുന്ന സമയത്തിൽ ഒരു മോഷ്ടിക്കുന്ന ആൾ വന്ന് അവളുടെ ഇങ്ങനെ കയറിങ്ങനെ മാല എടുക്കുമ്പോൾ അതാ അതിന് മുറിവായി അവൾ മരിച്ചുപോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ವಲೈಕುಂ ಅಸ್ಸಲಾಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. MDC ಇದರ ಸದಸ್ಯರಾದ ಮುನೀರ್ STD, ಅದೇ ರೀತಿ ಆಮಿರಾಕ ಇಬ್ಬರಿಗೂ ಒಂದು ಚಿಕ್ಕ ಕಿರುಕಾಣಿಕೆಯನ್ನು ಕೊಟ್ಟು ಗೌರವಿಸುತ್ತಾರೆ. ಸ್ವೀಕರಿಸಲು ಇಬ್ಬರನ್ನು ಆದರಪೂರ್ವಕವಾಗಿ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಆಮಿರಾಕ ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಧನ್ಯವಾದಗಳು. ಇದೀಗ ಮುಂದಕ್ಕೆ ಕೋಆರ್ಡಿನೇಟರ್ C ಆನ್ ದಿ ಸ್ಟೇಜ್.
السلام عليكم ورحمة الله تعالى وبركاته. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഖുർആനിലെ അത്ഭുത സൂറത്ത് സൂറത്തുൽ മസദ്. പഠിച്ച റബ്ബ് സുബ്ഹാനഹു തആലയുടെ കലാം സത്യമാണ് എന്ന് തെളിയിച്ച സൂറത്താണ് സൂറത്തുൽ മസദ്. പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ തീരുമാനിച്ച അബൂലഹബ് നരകത്തിലാണ് എന്ന് പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മസദ്. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം അബൂലഹബ് മുസ്ലിം ആവുകയോ അല്ലെങ്കിൽ മുസ്ലിം ആവുകയെന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആലയുടെ ഈ കലാം സത്യമാകുമായിരുന്നില്ല. ഈ സൂറത്തിൽ ഓരോ ആയത്ത് ഇറങ്ങാൻ ഓരോരോ കാരണങ്ങളുണ്ട്. വിശദീകരിക്കാം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ രണ്ട് കൈകൾ നരകത്തിലാണ്. വതബ്, അബൂലഹബ് തന്നെ നരകത്തിലാണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം, ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതത്തിൽ കയറി പറഞ്ഞു, യാ സ്വബാഹ യാ സ്വബാഹ. യാ സ്വബാഹ എന്ന് പറഞ്ഞാൽ എന്ത്? അറബികൾ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ വിളിക്കുമായിരുന്ന വാക്യമാണ് യാ സ്വബാഹ എന്നുള്ളത്. അങ്ങനെ പർവ്വതത്തിൽ കയറി വിളിച്ചു പറഞ്ഞു, ഈ പർവ്വതത്തിന്റെ പിൻഭാഗത്തിൽ ഒരു സൈന്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അൽ അമീനല്ലേ, നിങ്ങൾ പറഞ്ഞതിനെ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ശിർക്ക് വെച്ചവർ, കുഫർ വെച്ചവർക്ക് വന്നമായ ശിക്ഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് പിന്മാറി. അബൂലഹബ് പറഞ്ഞു, തബ്ബലക് മുഹമ്മദേ, നിനക്ക് നാശമാണ് എന്ന് പറഞ്ഞു. ഈ കാരണം കൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന്റെ സമ്പത്തും അവന്റെ മക്കളും അവനക്ക് ഉപകാരമില്ല. വംറഅതുഹു ഹമ്മാലത്തൽ സയസ്വലാ നാരൻ ദാത ലഹബ്. വളരെ ജ്വാലയുള്ള നരകത്തിൽ ശിക്ഷിക്കുകയും തന്നെ ചെയ്യും എന്നാണ്. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. വേഷണിക്കാരിയായ, വിറക് ചുമത്തിക്കാരിയായ അബൂലഹബിന്റെ ഭാര്യ അബൂ സുഫിയാനിന്റെ സഹോദരി ഉമ്മു ജമീൽ നരകത്തിലാണ്. അബൂലഹബിനിക്ക് ഉപകാരമില്ലാത്ത ആളായിരുന്നു ഉമ്മു ജമീല. ഈ ആയത്ത്, ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ഉമ്മു ജമീൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ചെന്നപ്പോൾ വഴിമധ്യേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടി. ഉമ്മു ജമീൽ ചോദിച്ചു, നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് എന്നെ ആക്ഷേപിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല. അങ്ങനെ ഉമ്മു ജമീൽ തിരിച്ചുപോയി. യഥാർത്ഥമായി അവിടെ ആക്ഷേപിച്ചിട്ടുള്ളത് അല്ലാഹു തആലയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എവിടെയെല്ലാം ആരെല്ലാം ആക്ഷേപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അല്ലാഹു തആല അവരെ ആക്ഷേപിച്ചിട്ടുണ്ട്. സൂറത്തുൽ കൗസറിൽ നമുക്ക് കാണാമല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂതർ എന്ന് വിളിച്ച ഒരുത്തനും നരകത്തിലാണ് എന്നത് നിമക്കൊക്കെ അറിയുന്ന വിഷയമാണല്ലോ. ഫീ ജീദിഹ ഹബുലും മിൻ മസദ്.
ಅವಳುടെ കഴുത്തിൽ മസദിനാലുള്ള ഒരു സ്വർണമാല ഉണ്ട്. അവൾ ഒരു ദിവസം പറഞ്ഞു, എന്റെ സ്വർണമാലയെ ഞാൻ വിറ്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ ഞാൻ എന്റെ സ്വർണമാലയെ വിൽക്കുമെന്ന് അവൾ പറഞ്ഞു. യഥാർത്ഥമായ ഖുർആനിന്റെ ഖിദ്മത്ത് എടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിടാം. വാഖിറു ദഅവാനാ അനിൽ ഹംദ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരുമാണ്. അല്ലാഹു ഖുർആനിനെ നല്ലതുപോലെ മനസ്സിലാക്കാനും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇവിടെ ഞാൻ തിരഞ്ഞെടുത്ത സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഒരൽപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഫാത്തിഹ എന്നാൽ പ്രാരംഭം എന്നാണ് ഭാഷാർത്ഥം. ഖുർആനിലെ പ്രാരംഭ സൂറത്തായതുകൊണ്ടോ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ ആദ്യത്തെ സൂറത്തായതുകൊണ്ടോ ആണ് പ്രസ്തുത പേര് വരാനുള്ള കാരണം. പേര് സൂചിപ്പിക്കുമ്പോൾ പോലെ തന്നെ വിശ്വാസികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ എല്ലാ കാര്യത്തിലും എന്ത് കാര്യം തുടങ്ങുമ്പോഴും സൂറത്തുൽ ഫാത്തിഹ ഓതിയാണ് തുടങ്ങാറ്. യാതൊരു കാര്യം വിജയത്തിലാകാൻ സഫലീകരിക്കാൻ ഫാത്തിഹ ഓതിയിട്ടാണ് തുടങ്ങാറ്. സൂറത്തുൽ ഫാത്തിഹക്ക് ഫാത്തിഹ എന്നല്ലാതെ ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ശിഫ, സൂറത്തുൽ കൻസ്, സബഉൽ മസാനി എന്ന് തുടങ്ങിയ ധാരാളം പേരുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചത് ഹിജ്റക്ക് മുമ്പാണ് എന്നതാണ് പ്രബലാഭിപ്രായം. എന്നാൽ അത് മദനിയാണ്, ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതാണ് എന്ന അഭിപ്രായവുമുണ്ട്. ഈ രണ്ടും അഭിപ്രായങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നു, ഹിജ്റക്ക് മുമ്പും ശേഷവും 2 പ്രാവശ്യമായി അവതരിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ വചനങ്ങൾ 7 എന്നതിൽ ആർക്കും തർക്കമില്ല. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണോ ഇല്ലേ എന്നാണ് തർക്കം. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറയുന്ന പക്ഷം സിറാത്തൽ ലദീന അൻഅംത മുതൽ അവസാനം വരെ ഒരായത്തായി കണക്കാക്കുന്നു. ബിസ്മി സൂറത്തിൽ പെട്ടിട്ടില്ല, ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന പക്ഷം ഗൈറിൽ മഗ്ദൂബി അലൈഹി മുതൽ 7ാമത്തെ ആയത്തായി എണ്ണുന്നു. ഇനി സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഒരു സദസ്സിലിരിക്കുന്ന മധ്യേ മുകൾ ഭാഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേൽഭാഗത്തേക്ക് നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ആകാശത്തിൽ ഇന്നേ വരെ തുറന്നിട്ടില്ലാത്ത ഒരു കവാടം തുറന്നിരിക്കുന്നു.
അങ്ങനെ അതിൽ നിന്നൊരു മലക്ക് ഇറങ്ങി വരുന്നതിനെ കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇന്നേ വരെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത ഒരു മലക്കാണ് ഇറങ്ങി വരുന്നത്. ആ മലക്ക് അങ്ങനെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്ന് സലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ ലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക്. നബിയെ, അങ്ങ് 2 പ്രകാശധാരങ്ങളെ കൊണ്ട് സന്തോഷിക്കുക. ലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക്, നിങ്ങൾക്ക് മുമ്പ് ഒരേ ഒരു നബിക്കും നൽകിയിട്ടില്ലാത്ത 2 പ്രകാശധാരങ്ങളെ കൊണ്ട് അങ്ങ് സന്തോഷിക്കുക. എന്താണെന്നല്ലേ? അത് ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്, മറ്റൊന്ന് അവാഖിർ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളാണ്. ഇങ്ങനെ ധാരാളം മഹത്വങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ ലികുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും സൂറത്തുൽ ഫാത്തിഹ ശിഫയാണ്. ഒരാൾ ഫാത്തിഹ ഓതി തണ്ണിയിൽ വെള്ളത്തിൽ മന്ത്രിച്ചൂതിയാൽ ശേഷം കുടിച്ചാൽ അതവന്റെ രോഗത്തിന് ശമനമാകും. മറ്റൊരു ഹദീസിൽ കാണാം, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിനസ്സും, വിഷമേറിയ, ശക്തമേറിയ, കഠിനമേറിയ വിഷത്തിന് വരെ സൂറത്തുൽ ഫാത്തിഹ ശിഫയാണ്. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉബയ്യ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ തൗറാത്തിലും ഇഞ്ചീലിലും തുല്യതയില്ലാത്ത ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തട്ടെയോ, അധ്യായത്തെ പരിചയപ്പെടുത്തട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ವಾಲೈಕುಂ ಸಲಾಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಇದರೊಂದಿಗೆ ಈಗಿನ ಕಾರ್ಯಕ್ರಮ ಮುಕ್ತಾಯವಾಯಿತು.